ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ സ്കൂളിൽ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ എന്തായാലും ലോങ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് റെഡി ആവുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഐലൈനർ എഴുതി, 2 കണ്ണിന് നമ്മൾ ഐലൈനർ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കളർ ഡ്രസ്സല്ല, നമുക്ക് യൂണിഫോമാണ്. അങ്ങനെ നമ്മൾ വാലൊക്കെ വരച്ചിട്ടുണ്ട് ഐലൈനർ ഇട്ടിട്ട്. പിന്നെ പൊട്ട് തൊടാൻ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. അപ്പം ഞാൻ പൊട്ടൊക്കെ തൊട്ടു. അപ്പം ഇതാണ് കണ്ണും പൊട്ടൊക്കെ എഴുതിയിട്ടുള്ള ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് ഹാർട്ട് മോതിരം ഉണ്ടായിരുന്നു. അപ്പം ഇതെൻ്റെ കയ്യിലിട്ടിട്ട് കാണാൻ അടിപൊളിയാണ്. ഇത് റോസ് ഗോൾഡിൻ്റെ ഹാർട്ടിൻ്റെ ഒരു മോതിരമാണ്. പിന്നെ ആദ്യം നമ്മൾ ഈ ഒരു കമ്മലാണ് ഇടാൻ വിചാരിച്ചത്. പക്ഷെ നമ്മൾ ആ ഒരു കമ്മൽ മാറ്റിയിട്ട് ഈ ഒരു കമ്മലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് യൂണിഫോം ഇട്ടിട്ട് കാണാം. അങ്ങനെ നമ്മൾ യൂണിഫോം ഇട്ടിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം നമുക്ക് തയ്ച്ചിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയൊക്കെ വാരി കെട്ടണം. അപ്പോൾ എങ്ങനെയുണ്ട്, ഇനി ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യണം കേട്ടോ എന്തായാലും. പിന്നെ നമ്മൾ കാർമസിയുടെ ഡിയോഡറിൻ്റെ റോളാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ. കഴിഞ്ഞ അല്ല, ഗെറ്റ് റെഡി വിത്ത് മീൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഇതെല്ലായിടത്തും അരച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അതും പരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും പരട്ടി കൊടുത്തു. കണ്ടോ, നല്ല വൃത്തി എല്ലായിടത്തും പരട്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ പരട്ടി കൊടുത്ത് അത് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഒരു റോസ് ഗോൾഡിൻ്റെ മാലയാണ് ഇടുന്നത്. ഇതുപോലത്തെ ഒരു മാലയാണ് ഇടുന്നത്. പ്ലസ് ആണ് ഇത് വരുന്നത് കേട്ടോ. പ്ലസ് ഷേപ്പിൽ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അങ്ങനെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയണം കമൻറ്റിൽ. ബൈ.